ഹലോ, നമ്മളിന്ന് ഡീപ് സീക്ക്, അതായത് 2 ദിവസങ്ങളായിട്ട് നമ്മൾ കംപ്ലീറ്റ്ലി സോഷ്യൽ മീഡിയയിലും എവിടെ നോക്കിയാലും ഡീപ് സീക്ക് ആണ് അല്ലേ. അതായത് ഓപ്പൺ എ ഐ ഡെഡായി, പുതുതായിട്ട് ഡീപ് സീക്ക് ചൈന ഡെവലപ്പ് ചെയ്ത ചൈനീസ് റിസർച്ച് ലാബിൽ നിന്നും വന്ന ഡീപ് സീക്ക് എന്നൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഡീപ് സീക്ക് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ചെറിയൊരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് കണ്ണോടിക്കാം. അതായത് ഡീപ് സീക്ക് എന്ന് പറയുന്നത് 2023 എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു റിസർച്ച് ലാബാണ്. അതായത് ചൈനീസ് AI റിസർച്ച് ലാബാണ് എന്ത് ഡീപ് സീക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ പുതിയ ഒരു മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, ഡീപ് സീക്ക് R1 എന്ന് പറയുന്ന മോഡൽ. അപ്പോൾ ഈ R1 എന്ന് പറയുന്ന മോഡൽ നമ്മുടെ ഓപ്പൺ എഐയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഓപ്പൺ എഐനേക്കാളും ഒരുപാട് മുന്നിലാണ് അതിൻ്റെ പെർഫോമൻസും അതുപോലെ എഫിഷ്യൻസിയും ഒക്കെ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇന്ന് കൂടുതലായിട്ട് കേൾക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾക്കറിയാം, ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരുപാട് LLM മോഡലുകളുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ജനറേറ്റീവ് AI ആയിക്കോട്ടെ, എന്തോ ആവട്ടെ. ഇപ്പോൾ ഓപ്പൺ AI ഉണ്ട്, അല്ലാണ്ട് ചാറ്റ് ബോട്ട് ഉണ്ട്, നമ്മുടെ മെറ്റ AI ഉണ്ട്, ഗൂഗിളിൻ്റെ ജെമിനി ഉണ്ട്. അങ്ങനെ ഒരുപാട് AI മോഡലുകളും കാര്യങ്ങളും നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നവരാണ്. ഇപ്പോൾ എൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ChatGPT അല്ലാണ്ട് ഓപ്പൺ AI ആണ്. അപ്പോൾ ഈ ഓപ്പൺ എയും നമ്മുടെ ഡീപ് സീക്ക് ഇപ്പോൾ പുതിയതായിട്ട് വന്ന R1 എന്ന മോഡൽ, ഇത് തമ്മിലുള്ള ഡിഫറൻസ് അല്ലാണ്ട് പെർഫോമൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ഡീപ് സീക്ക് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചൈനീസ് റിസർച്ച് ലാബിൽ നിന്ന് എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു മോഡലാണ്. അപ്പോൾ 2023 എസ്റ്റാബ്ലിഷ് ആയ ഈ ഒരു ഡീപ് സീക്ക് പുതിയൊരു മോഡൽ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത്, അതും 2 ഇയേഴ്സ് 2 കൊല്ലം കൊണ്ടാണ് അവരെന്ത് ചെയ്തത്, നമ്മുടെ ഓപ്പൺ എഐനൊക്കെ മറികടക്കുന്ന രീതിയിലുള്ള പെർഫോമൻസ് വരുന്ന ഒരു മോഡൽ അവർ ഡെവലപ്പ് ചെയ്തത്. അപ്പോൾ ഇന്ന് ഓപ്പൺ എഐ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നത് മേ ബി ഫ്രീ വേർഷൻ ആയിരിക്കാം, അല്ലാണ്ട് ഫ്രീ മോഡലാവാം. അപ്പോൾ ഓപ്പൺ എഐയിൽ തന്നെ ഇവരുടെ ഏറ്റവും പെയ്ഡ് ആയിട്ടുള്ള ഹൈ പെർഫോമൻസ് അവർ നൽകുന്ന ഒരു മോഡലാണ് ഓപ്പൺ എഐ അല്ലാണ്ട് O1 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ O1 നമ്മൾ മന്ത്ലി $20 പേയ്മെൻ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു മോഡൽ യൂസ്ഫുൾ ആണ്. അപ്പോൾ അതിൽ ഒരുപാട് നമ്മൾ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ല രീതിയിലുള്ള ആക്യുറസിയും കൺസിസ്റ്റൻസിയും ഒക്കെ നമുക്ക് അത് തരുന്ന പ്രോംപ്റ്റിലും കാര്യങ്ങളിലൊക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനെ മറികടന്നുകൊണ്ട് ഇന്നിപ്പോൾ നിൽക്കുന്നത് ഡീപ് സീക്ക് R1 ആണ്. അപ്പോൾ ഇത് മറികടക്കുക മീൻസ് അല്ലാണ്ട് അതിനേക്കാളും കൂടുതൽ പെർഫോമൻസ് എന്നൊക്കെ നമ്മൾ പറയാൻ കാരണം, ഇതൊരു പെയ്ഡ് ആയിട്ടുള്ള ഒരു മോഡലല്ല, ഇത് ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഓപ്പൺ സോഴ്സ് ആണ്. ഇപ്പോൾ ഓപ്പൺ സോഴ്സിൻ്റെ പ്രത്യേകത നമുക്കറിയാം, ഇതിൻ്റെ ഇത് എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത്, ഇതിൻ്റെ പിറകിലുള്ള ട്രെയിനിങ് കാര്യങ്ങൾ, അതുപോലെ ഇതിൻ്റെ പെർഫോമൻസ്, കാര്യങ്ങൾ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്കത് കാണാനും അതുപോലെ അതിൻ്റെ ഡോക്യുമെൻറ്റേഷനിലൊക്കെ അത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കാണാം, ഓപ്പൺ എഐയുടെ ഞാൻ ഗിറ്റ് ഹബിൽ അവരുടെ ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് അതിൻ്റെ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു AI മോഡലാകുമ്പോൾ അതിൻ്റെ പോസ്റ്റ് ട്രെയിനിങ് ഉണ്ടായിരിക്കും, പ്രീ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഇത്തരം ട്രെയിനിങ്ങും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് നല്ലൊരു AI മോഡൽ ജനറേറ്റ് ചെയ്യുന്നത്, അല്ലാണ്ട് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ കാര്യങ്ങൾ നല്ല രീതിയിൽ ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓപ്പൺ AI പലപ്പോഴും ഓപ്പൺ സോഴ്സ് ആണെന്ന് പറയാറുണ്ട്, ബട്ട് അതിൻ്റെ പല കാര്യങ്ങളും ഇപ്പോഴും ക്ലോസ്ഡ് ആണ്. നമുക്ക് അധികം കൂടുതലൊന്നും കാര്യങ്ങളൊന്നും അറിയില്ല. ബട്ട് ഡീപ് സീക്ക് ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഓപ്പൺ സോഴ്സ് ആയിട്ട് അവരുടെ മോഡൽ ഇറക്കുന്നത്, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചൈനീസ് കമ്പനി ആയിട്ടുള്ള അല്ലാണ്ട് ചൈനീസ് ലാബ് ഇത്തരം ഒരു മോഡൽ ഇറക്കുമ്പോൾ അവരത് ഓപ്പൺ സോഴ്സ് ആണ്, നമ്മൾ പറയുന്ന പോലെ മറ്റുള്ളവർ എന്തൊക്കെ ട്രെയിനിങ് ആണ്, ഏതൊക്കെ രീതിയിലാണ് ഇത് ഡെവലപ്പ് ചെയ്ത്, ഇത്തരം കാര്യങ്ങളൊന്നും അവർ ക്ലോസ്ഡ് ആക്കി വെക്കുക, സീക്രട്ടായി വെക്കുകയൊന്നും ചെയ്യാതെ കംപ്ലീറ്റ്ലി പബ്ലിക്കിലോട്ട് അത് ഓപ്പൺ സോഴ്സ് ആയിട്ടാണ് ഈ ഒരു മോഡലിനെ അവർ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഗിറ്റ്ഹബ് റെപ്പോയിൽ വന്നാൽ തന്നെ കാണാം അവരുടെ പോസ്റ്റ് ട്രെയിനിങ്ങിൽ അവർ എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്, അതുപോലെ പ്രീ ട്രെയിനിങ്ങിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അവർ, ഏതൊക്കെ ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തതെന്നൊക്കെ നമുക്കിവിടെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഓപ്പൺ എഐനേക്കാളും നല്ല രീതിയിൽ നമുക്ക് എന്തെങ്കിലും നമ്മളൊരു പ്രോംപ്റ്റ് കൊടുത്ത് നമുക്ക് അതിൻ്റെ ആൻസർ വരുമ്പോൾ നല്ല രീതിയിലുള്ള കൺസിസ്റ്റൻസിയും ആക്യുറൻസിയും കാര്യങ്ങളൊക്കെ കൂടുതലാണ് ഇവിടെ ഡീപ് സീക്കിൽ. അതുപോലെ തന്നെ ഹൈലി ഫാസ്റ്റാണ്. നമ്മുടെ ഓപ്പൺ എഐയുടെ O1 എന്ന് പറയുന്ന മോഡലിനേക്കാളും നല്ല രീതിയിൽ ഫാസ്റ്റും പെർഫോമൻസും കാര്യങ്ങളൊക്കെ കൂടുതലാണ്. അപ്പോൾ അത് കൂടാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ നമ്മളുടെ ഒരുപാട് മോഡലുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂസ് ചെയ്യും. ചാറ്റ് ബോട്ട് ആയാലും നമ്മളുടെ മെറ്റ എഐകളായാലും അല്ലാതെ ലാമ, ജെമിനി ഐ, ഇതിനേക്കാളൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് കൂടും. പക്ഷേ ഇവരെല്ലാവരും ഫോളോ ചെയ്യുന്ന ഒരു ഫ്രെയിം വർക്ക് കാര്യങ്ങളുണ്ട് നമ്മൾ AI മോഡൽസ് ട്രെയിനിങ്ങും ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ ഏറ്റവും ബേസിക്കായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിങ്.
അപ്പോൾ ഈ ഒരു ടെസ്റ്റൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരുപാട് ടെസ്റ്റുകളും കാര്യങ്ങളുണ്ട്, നമ്മളൊരു AI മോഡലൊക്കെ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ എഐയിലായാലും നമ്മുടെ ഡീപ് സീക്കിലായാലും മറ്റു മോഡലുകളിലൊക്കെ ആയാലും LLM മോഡലുകൾ, അതായത് ലാർജ് ലാംഗ്വേജ് മോഡലുകളിലൊക്കെ ഇത്തരം ട്യൂണിങ്ങും ടെസ്റ്റിങ്ങും ഒക്കെ കംപ്ലീറ്റ് ആയിട്ടാണ് ഇത് പുറത്തോട്ട് നമ്മൾ ഇറക്കുന്നത്, എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഇവരുടെ പോസ്റ്റ് ട്രെയിനിങ് ലാർജ് സ്കെയിൽ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ഏതൊരു മോഡലും ഫസ്റ്റ് ചെയ്യുന്നതാണ് എന്ത്, സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടെസ്റ്റ് ഒരു മോഡലിൽ നമ്മൾ ചെയ്ത് ഒരു സർട്ടൻ പോയിന്റിൽ എത്തുമ്പോഴാണ് നമ്മൾ നോർമലി എന്ത് ചെയ്യാറ്, ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്ന ഈ ഒരു മറ്റൊരു ടെസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത് നമ്മളുടെ മോഡൽ അല്ലാണ്ട് ഏജൻറ്റിനെ എൻവയോൺമെൻറ്റുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്ത് ഒരുപാട് ഡിസിഷൻ മേക്കിങ്ങും അത്തരം പവറും കാര്യങ്ങളൊക്കെ ട്രെയിൻ ചെയ്യുന്ന ഒരു മെത്തേഡാണ് എന്ത്, റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഡീപ് സീക്കിൽ അവരുടെ പോസ്റ്റ് ട്രെയിനിങ്ങിൽ അവർ പറയുന്നത് വി ഡയറക്റ്റ്ലി അപ്ലൈ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് ടു ദ ബേസ് മോഡൽ വിത്തൗട്ട് റിലൈങ് ഓൺ സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിങ്. അതായത് സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിങ് ചെയ്യുന്നതിൻ്റെ മുന്നേ അവരുടെ ബേസ് മോഡലിൽ അവർ എന്ത് അപ്ലൈ ചെയ്തിരുന്നത്, ഈ റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ്, അതായത് അവരുടെ ഒരു ഏജൻറ്റിനെ എൻവയോൺമെൻറ്റുമായിട്ടൊക്കെ ഉള്ള ഇൻട്രാക്ഷനും അതുപോലെ ഓരോരോ പവർഫുൾ ആയിട്ടുള്ള ഡിസിഷൻ മേക്കിങ്ങും കാര്യങ്ങളൊക്കെ അവരെന്ത് ചെയ്തിരുന്നത്, നല്ല രീതിയിൽ അവരെ ഏജൻറ്റിനെ ട്രെയിൻ ചെയ്തിരുന്നത്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് മേ ബി ഇവരുടെ ഒരു എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ അല്ലാണ്ട് കുറച്ചും കൂടി ഫാസ്റ്റായിട്ട് അവരുടെ ഒരു ഫസ്റ്റ് മോഡൽ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു മോഡലിന് നമ്മുടെ ഓപ്പൺ എഐയുടെ പെയ്ഡ് വേർഷൻ ആയിട്ടുള്ള O1 എന്ന് പറയുന്ന മോഡലിനൊക്കെ ബീറ്റൻ ചെയ്യാനുള്ള അല്ലാണ്ട് മറികടക്കാനുള്ള മെയിനായിട്ടുള്ള റീസൺ അത് തന്നെ ആയിരിക്കും, അവരുടെ ഒരു ട്രെയിനിങ് മെത്തേഡൊക്കെ. അതുപോലെ തന്നെ മറ്റൊരുപാട് കാര്യങ്ങൾ ഈ ഒരു ഡോക്യുമെൻറ്റേഷനിൽ നമുക്ക് കാണാം. അതുപോലെ ഡിസ്റ്റിലേഷൻ എന്നൊക്കെ പറയുന്നത് ഓരോ ടെസ്റ്റുകളാണ്. അതായത് ലാർജ് വോളിയത്തിനെ അല്ലാണ്ട് ലാർജ് മോഡലിനെ ഒരുപാട് സ്മോൾ മോഡലുകളാക്കി അതിനൊക്കെ നല്ല രീതിയിൽ എഫിഷ്യൻ്റായിട്ട് അവർ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം നോക്കേണ്ടത്, നമ്മുടെ ഓപ്പൺ AI ആയാലും അതല്ല മറ്റു AIകളൊക്കെ ഇവരുടെ മോഡലിനെ ട്രെയിൻ ചെയ്യിക്കാൻ 100 ബില്യൺ അല്ലാണ്ട് അതിലും കൂടുതൽ കോസ്റ്റ്, നല്ല രീതിയിലുള്ള ക്യാഷ് ആയിരുന്നു. ബട്ട് നമ്മളുടെ ഈ ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള നമ്മളുടെ ഡീപ് സീക്കിൻ്റെ R1 മോഡലിൻ്റെ അവരുടെ ഫസ്റ്റ് മോഡൽ അവർ ട്രെയിൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ അവർക്ക് 6 ബില്യൻ്റെ താഴെ, ലെസ് ദാൻ 6 ബില്യൺ എന്നാണ് അവരുടെ ഡോക്യുമെൻറ്റേഷനിലും കാര്യങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ അത്രയും കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഇത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അവരെന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ന് നമ്മൾ എന്ത് പറയുന്നത്, അമേരിക്കൻ കമ്പനികളായിട്ടുള്ള മറ്റു ഓപ്പൺ എഐനൊക്കെ തകർത്തുകൊണ്ട് ചൈനീസിൽ നിന്നും ഡീപ് സീക്ക് മുന്നോട്ട് വന്നതെന്ന്. അപ്പോൾ മുന്നോട്ട് വരാനുള്ള മെയിനായിട്ടുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഹൈലി കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ്. മറ്റു AI മോഡൽസിനെ ട്രെയിൻ ചെയ്യേണ്ട അത്തരം എമൗണ്ടുകളൊന്നും അതിൻ്റെ എന്താ പറയുക 10% മാത്രമേ ചൈനീസ് ഇവിടെ ഡീപ് സീക്കിൻ്റെ മുകളിൽ കോസ്റ്റ് ഇറക്കിയിട്ടുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഇതിൻ്റെ ഫാസ്റ്റ്, അതുപോലെ എഫിഷ്യൻസി, നമ്മൾക്ക് തരുന്ന ഇൻപുട്ടിലുള്ള ആക്യുറസി, കൺസിസ്റ്റൻസി, ഇതെല്ലാം നമ്മുടെ പെയ്ഡ് വേർഷനായിട്ടുള്ള 01 എന്ന് പറയുന്ന ഓപ്പൺ AI മോഡലിനേക്കാളും കൂടുതലാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതിൽ ഇവരുടെ ട്രെയിനിങ് മെത്തേഡുകൾ, ഇവരുടെ പൈപ്പ് ലൈന് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വി ഇൻട്രൊഡ്യൂസ് അവർ പൈപ്പ് ലൈൻ ടു ഡെവലപ്പ് DeepSeek R1. ദ പൈപ്പ് ലൈൻ ഇൻകോർപ്പറേറ്റ് 2 RL സ്റ്റേജസ്. അതായത് ഇവരുടെ പൈപ്പ് ലൈനിൽ 2 റീഇൻഫോഴ്സ്മെൻറ്റ് ലേണിംഗ് സ്റ്റേജസ് ഉണ്ടായിരുന്നത്. അതിന് ശേഷമാണ് അവരെന്ത് ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ SFT, അതായത് സൂപ്പർവൈസ്ഡ് ഫൈൻ ട്യൂണിംഗ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ഒരു മെത്തേഡിൽ, ഈ ഒരു ട്രെയിനിങ് മെത്തേഡിൽ വന്ന ഡിഫറൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം അവരുടെ ഒരു ഏജൻറ്റ് അല്ലാണ്ട് ആ ഒരു മോഡലിനെ കൂടുതൽ എഫിഷ്യൻറ്റും അതേപോലെ നമ്മുടെ ഓപ്പൺ ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ഒക്കെ കിട്ടാനുള്ള കാരണം. അപ്പോൾ നമുക്കിത് ഫ്രീ ആയിട്ട് തന്നെ നമ്മൾ നോർമലി നമ്മുടെ ChatGPT ഒക്കെ അല്ലാണ്ട് ഓപ്പൺ AI ഒക്കെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഫ്രീ ആയിട്ട് നമ്മൾക്ക് നമ്മുടെ ബ്രൗസറിൽ ഡീപ് സീക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡീപ് സീക്ക് വെബിൽ നമുക്കത് ആക്സസിബിൾ ആണ്. ഡീപ് സീക്ക് ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ ഡീപ് സീക്കിൽ നമുക്ക് നോർമലി എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ഒരു അക്കൗണ്ട് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുന്നത് പോസിബിൾ ആണ്. എന്ത് ചെയ്യാൻ പറ്റും, ഗൂഗിൾ വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പുതിയ ഒരു ലോഗിൻ പാസ്വേഡൊക്കെ കൊടുത്തിട്ട് നമുക്കൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓപ്പൺ AI ഒക്കെ എങ്ങനെയാണോ യൂസ് ചെയ്തത് അതുപോലെ തന്നെ പ്രോംപ്റ്റ് കൊടുക്കാനും അതിനുള്ള കറസ്പോണ്ടിങ് ആയിട്ടുള്ള നല്ല പ്രോപ്പർ ആക്യുറേറ്റ് ഉള്ള ആൻസർ നമുക്ക് കിട്ടാൻ അവിടെ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ തന്നെ മറ്റൊരുപാട് ഡീപ് തിങ്ക് R1 എന്ന് പറയുന്ന
ഒരു ഫീച്ചറൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഓപ്പൺ എ ഐ ഒക്കെ നമുക്ക് തന്നതിനേക്കാളും നല്ല രീതിയിലുള്ള ആൻസർ അല്ലാണ്ട് ആക്യുറേറ്റ് ആയിട്ടുള്ള ആൻസറൊക്കെ നമുക്ക് കിട്ടാൻ ഹൈലി ചാൻസ് കൂടുതലാണ്. ഓക്കെ, ഇത്തരം ഓപ്പൺ സോഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ലാമ അറിയാം. ലാമ 3.1, 3.2, ലാമ 3.2 ഇതൊക്കെ ലാമ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ മെറ്റ ഇറക്കുന്ന ഓപ്പൺ മോഡൽസിൻ്റെ ഒരു കളക്ഷനാണ് ലാമ എന്ന് പറയുന്നത്. അതേപോലെ ചാറ്റ് ബോട്ട്, ലാമ, ഡീപ് സീക്ക് ഒക്കെ എന്താണ്? ഓപ്പൺ സോഴ്സ് ആണ്. ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ലോക്കൽ മെഷീനിലോട്ട് അല്ലാണ്ട് നമ്മളുടെ പി സിയിലോട്ട് ലാപ്ടോപ്പിലോട്ടൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത് പോസിബിളാണ്, ഓപ്പൺ സോഴ്സ് ആയതുകൊണ്ട് തന്നെ. അപ്പോൾ അങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒലാമ അറിയാം. ഒലാമ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബ്രൗസറിൽ കിട്ടും. ഒലാമ എന്ന് പറയുന്നത് ഒരു ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ടൂളാണ്. ഓക്കെ, നമുക്ക് ഇത്തരം LLM മോഡലുകൾ, അതായത് ലാർജ് ലാംഗ്വേജ് മോഡലുകൾ ഡയറക്റ്റായിട്ട് നമ്മളുടെ പി സിയിലോ ലാപ്ടോപ്പിലോ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മറ്റൊരു AI ടൂളാണ് എന്ത്? ഒലാമ എന്ന് പറയുന്നത്. അത് ഫ്രീ ആണ്, ഓപ്പൺ സോഴ്സ് ആണ്. നമുക്കിത് എന്ത് ചെയ്യാൻ പറ്റും? ഒലാമയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൽ നമ്മൾക്ക് ചാറ്റ് ബോട്ട് അല്ലാണ്ടെങ്കിൽ ഡീപ് സീക്ക്, ലാമ 3 ഇതൊക്കെ നമ്മൾക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് നമ്മുടെ ലോക്കൽ മെഷീനിൽ നമുക്ക് റൺ ചെയ്യുന്നതൊക്കെ പോസിബിളാണ്. പക്ഷേ ഇങ്ങനെ റൺ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളുടെ സിസ്റ്റത്തിൻ്റെ അല്ലാണ്ട് പി സിയുടെ ഹാർഡ്വെയർ, നമ്മുടെ CPU, മെമ്മറി ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ഇതിൻ്റെ പെർഫോമൻസ്. അതായത് നമ്മളൊക്കെ യൂസ് ചെയ്യുന്നത്, നമ്മുടെ പി സിയിൽ യൂസ് ചെയ്യുന്നത് CPU ആണ്, അതായത് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ഇത്തരം CPUs ഒക്കെ ഒരുപാട് ടാസ്കുകളൊക്കെ നമ്മുടെ ലാപ്ടോപ്പിൽ പി സിയിൽ ചെയ്യുന്നത് സീരിയലായിട്ടാണ് ഓരോരോ ടാസ്കുകളും പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ബട്ട് നമുക്ക് വേണ്ടത് GPU ലെവലിലുള്ള പെർഫോമൻസാണ്. അപ്പോൾ മേ ബി നമ്മൾ വിൻഡോസിലൊക്കെ നമ്മുടെ ഒലാമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് ഇത്തരം ഓപ്പൺ സോഴ്സ് ഡീപ് സീക്കൊക്കെ കൊണ്ടുവരികയെന്നുണ്ടെങ്കിൽ മേ ബി നല്ല രീതിയിൽ സ്ലോ ഡൗൺ ആവാം, അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ലാഗ് ഇഷ്യൂ ഉണ്ടായിരിക്കാം, ലോഡ് ഇഷ്യൂ ഒക്കെ വരും. അപ്പോൾ ഏറ്റവും ബെറ്റർ GPU പോലത്തെ ഹാർഡ്വെയർസൊക്കെ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് കിട്ടും നമ്മുടെ ലോക്കൽ മെഷീനിൽ. ഓക്കെ, അപ്പോൾ ഈ GPU എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ്. അപ്പോൾ ഇതും CPU തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ CPU നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ സീരിയൽ പ്രോസസ്സിംഗ് ആണ്. അതായത് സീരിയലായിട്ടാണ് ഓരോ ടാസ്കുകളും പ്രോസസ്സും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കുന്നത്. അത് ഏറ്റവും നമ്മൾ CPU ഒക്കെ യൂസ് ചെയ്യുന്നത് ജനറൽ പർപ്പസിനും അല്ലാന്നുണ്ടെങ്കിൽ മറ്റു രീതിയിലുള്ള ടാസ്കുകൾക്കാണ്. പക്ഷെ നമ്മൾ ഇത്തരം AI വർക്ക് ലോഡ്സ് അല്ലാന്നുണ്ടെങ്കിൽ ഗെയിമിങ്, ഗ്രാഫിക്സ്, 3D വീഡിയോ, ഇത്തരം ജനറേഷൻസിനും കാര്യങ്ങൾക്കും AI വർക്ക് ലോഡ്സിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് GPU ആണ്. GPUവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പാരലലി ഒരുപാട് ടാസ്കുകളും പ്രോസസ്സുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, അറ്റ് എ സെയിം ടൈം റൺ ചെയ്യാനുള്ള ക്യാപ്പബിലിറ്റി ഒക്കെ ഉള്ള ഹാർഡ്വെയർ ആണ് GPU എന്ന് പറയുന്നത്. അപ്പോൾ GPU ഒക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഓലാമൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ലോക്കൽ മെഷീനിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിലൂടെ ഡീപ് സീക്കൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് പോസിബിളാണ്. അതുപോലെ തന്നെ നമ്മുടെ അപ്ലിക്കേഷനൊക്കെ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ബോട്ടിനൊക്കെ നമുക്ക് ഡീപ് സീക്കൊക്കെ അതിൻ്റെ API ഒക്കെ കോൾ ചെയ്തിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതും പോസിബിളാണ്. അപ്പോൾ ഇത്തരം ഒരു ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള ഒരു മോഡൽ നമ്മളുടെ ഓപ്പൺ AIനൊക്കെ തകർത്തു. അല്ലാതെ അതിൻ്റെ പെർഫോമൻസും അത് ട്രെയിൻ ചെയ്ത മെത്തേഡും കാര്യങ്ങളൊക്കെ കുറച്ച് ഡിഫറെൻ്റ് ആയിരുന്നു. വേറെയും ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്നിപ്പോൾ 2 ദിവസങ്ങളിലൊക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാനും അല്ലാണ്ട് ഇതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ കേൾക്കാനൊക്കെ ഉള്ള ഒരു ചാൻസ് വന്നത്. പ്രത്യേകിച്ച് ഓപ്പൺ സോഴ്സ് ആണ്. മറ്റു AI മോഡൽസ് ഡെവലപ്പ് ചെയ്ത അത്രയും കോസ്റ്റ് വരാതെ ഹൈലി കോസ്റ്റ് എഫിഷ്യൻ്റ് ആയിട്ട് ഈ ഒരു ഡീപ് സീക്ക് അവർ ബിൽഡ് ചെയ്തെടുത്തു, അല്ലാണ്ട് ജനറേറ്റ് ചെയ്തെടുത്തു ഈ ഒരു മോഡലിനെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ജസ്റ്റ് ഡീപ് സീക്കും ഓപ്പൺ എഐയും ഇതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് മറ്റ് വീഡിയോസുമായിട്ട് ഇനിയും കാണാം. ബൈ.